VKC പാദരക്ഷകൾ വാങ്ങൂ, സമ്മാനങ്ങൾ നേടൂ. ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. VKC Pride. നല്ല സുഖമായിട്ട് പാടി. അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ സ്വന്തം ഒരു പാട്ടുകാരിയാണ്, നമ്മുടെ ആൻകുട്ടിയാണ്. വെൽക്കം ആൻ ബെൻസൺ ഓൺ സ്റ്റേജ്. ആൻകുട്ടി, എന്താ 2 ബ്രൂസ്ലി, അതിന്റെ ഇടയ്ക്ക് പാവം ഒരു ആൻ. അവളൊരു ആവേശത്തോടു കൂടി പാടാൻ കയറി വന്നതാ. അപ്പൊ പേടിച്ച് നിൽക്കുക. രണ്ടുപേരുടെ നടുക്കായി പോയി. കാരണം രണ്ടുപേരും കൂടെ ആയിക്കഴിഞ്ഞാല് ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ വൈറ്റ് ഡ്രസ് ഇട്ടവരെ മാത്രമേ ഇന്ന് ഇടിക്കൂ. വൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കുഴപ്പമുണ്ടോ? അതൊരു വിഷയമല്ല. അപ്പൊ ആൻകുട്ടി, എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. പരീക്ഷയൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്താണ് ഇന്നത്തെ വിഭവം? ഇന്ന് എവർഗ്രീൻ റൗണ്ടിലാണ് ഞാൻ പാടുന്നത്. അതുകൊണ്ട് തന്നെ ബാബുരാജൻ മാഷ് സംഗീതം ചെയ്ത് ജാനകിയമ്മ പാടിയ തളിരിട്ട കിനാക്കൾ. സൂപ്പർ. അല്ല, ഈ ഭൂമിയൊക്കെ അവസാനിച്ചിട്ട് വേറെ പുതിയ ഭൂമി വന്നാലും ഈ പാട്ടായിരിക്കും ആദ്യം വരുന്നത്. എന്തായാലും ഗുഡ് ലക്ക്. താങ്ക് യു അങ്കിൾ. താങ്ക് യു. എംജന, ഇത് കണ്ടില്ലേ? എന്റെ മകളും ഞാൻ ദത്തെടുത്ത മകളും ഞാനും കണ്ടില്ലേ? ഓ, ഇപ്പൊ അതിനെ ദത്തെടുത്ത് കഴിഞ്ഞു. അത് ശരി. അല്ല, ഞാൻ വിചാരിച്ച് എനിക്കൊരു ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ നോക്കട്ടെ. വേണമെങ്കിൽ എന്ന് സിസ്റ്ററായിട്ട് എന്നെടുക്കാം. സിസ്റ്ററായിട്ട് ദത്തെടുത്തോളാം. എടുത്തോ എടുത്തോ. ഞാൻ ഒറ്റയ്ക്ക്. എല്ലാരും കോഴിക്കോട്ട് നിന്നാണല്ലോ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. രാഘവ മാഷും കോഴിക്കോട്. നീരോട്ട് ഇതൊന്നും കേൾക്കുന്നില്ല. ഞാൻ പോവാ, കോഴിക്കോടിന് പോവാ. കോഴിക്കോടിന് ഞാനുണ്ട്. ഞാനുണ്ട്. അപ്പൊ അസാധ്യമായിട്ട് പാടാൻ സാധിക്കട്ടെ കേട്ടോ. മക്കളെ, അനുഗ്രഹങ്ങൾ കൊടുത്തോളൂ. തളിരിട്ട കിനാക്കൾ
ആൻകുട്ടി എന്തോ നല്ല സുഖമായിട്ട് പാടി. താങ്ക് യു അങ്കിൾ. എനിക്ക് തുടക്കമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പോർഷൻസ് എനിക്ക് മനോഹരമായിട്ട് തോന്നി. എന്നിട്ട് ഞാനിപ്പോ സുഷിന്റെ അടുത്തും കുട്ടന്റെ അടുത്തും ചോദിക്കായിരുന്നു, ഇത് ഒറിജിനലാണോ കുറച്ചോന്ന്. അപ്പൊ പറഞ്ഞു ഒറിജിനലാണ്. സാധാരണ കുട്ടികൾ ഒറിജിനൽ പാടുമ്പോഴത്തേക്ക് ഗാന്ധാരം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വിളിക്കുന്ന ഒരു ഫീല് വരും. പക്ഷെ ഇത് വളരെ പ്ലസന്റ് ആയിട്ട് തന്നെ സുഖമായിട്ട് പാടി. എക്സെപ്റ്റ് കുറച്ച് ആർക്ക് വേണ്ടി എന്നുള്ള ആ ഒരു പോർഷൻ. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നി സാധകൻ ചെയ്തിരുന്ന ആ ചരണത്തിന്റെ എൻഡ് അവിടെ ഒന്ന് സ്ലിപ്പ് ഒന്ന് പാടാവുന്നു. സങ്കൽപ്പ മണി വീണ സംഗീതം നീന്ന് സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി. അവിടെ ഒന്നുകൂടെ ചെയ്തിരുന്നത് ആർക്ക് വേണ്ടി. സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി. ഇത്തിരി പേടിയുണ്ടോ? എന്തിനു പേടിക്കുന്ന വിട്. അല്ല അത് ഇല്ലാതെ വന്നാലേ അതിനകത്ത് എന്താണ് ജാനകിയമ്മയുടെ ആ ഫീല് വരണമെങ്കിൽ പേടിച്ചു പോയാൽ പോയി. കാരണം എല്ലാവർക്കും ഈ പാട്ടെടുക്കാൻ പേടിയാണ്. ഓഫ് കോഴ്സ് പേടിക്കരുത്. സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി. ഓക്കെ. അപ്പൊ ആ ഒരു വിറയില്ലാതെ പോയിരുന്ന നല്ല മനോഹരമായിരുന്നു. എല്ലാം നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. എക്സെപ്റ്റ് ശകല അത് വലിയ പ്രോബ്ലം അല്ല. എങ്കിലും ആൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെറ്റർ ആക്കാം. പക്ഷെ ദിസ് ഇസ് ഓൾമോസ്റ്റ് അറ്റം വരെ എത്തി. ഇപ്പൊ എത്ര ഫ്ലക്സ് ആയിട്ട് വേണ്ടത്? നീനോട്ടേ ഫ്ലക്സ് വെക്കണോ ഇനി? ഞാൻ വെക്കാം. ഞാൻ കോട്ടയത്ത് ഒരു ഫ്ലക്സ് വെക്കാം. ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നന്നായിട്ട്. ആഹാ, ആൻകുട്ടി എന്ന പെൺകുട്ടി. ചേട്ടൻ പറഞ്ഞ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. നമ്മള് വെബ്രാറ്റോ, സാധാരണ ഇത്രയും വെബ്രാറ്റോ ഞാൻ കേൾക്കാറില്ല ആൻ പാടുമ്പോൾ. ആ വെബ്രാറ്റോ മാറി അതൊരു ട്രെമലോ ആയിട്ട് മാറും. അപ്പോൾ കുറച്ച് വോയിസ് ഒന്ന് ഷിവർ ചെയ്യുന്ന പോലുള്ള ഫീൽ വരുന്നത്. അത് കുറച്ച് ഈ പേടി തന്നെയാണ്, ഉള്ളിൽ നിന്നുള്ള ഒരു പേടി കാരണമാണ് അത് ഉണ്ടാവണമെന്നാണ് തോന്നുന്നത്. അപ്പൊ അതിന്റെ ദ റീസൺ ഫോർ ഇറ്റ് ഇപ്പൊ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് വേണ്ട. കാരണം ആനിന് അത്രത്തോളം ടാലന്റ് ഉണ്ട്. ഇതൊക്കെ ഈസി ആയിട്ട് അഭിമുഖീകരിക്കാൻ പറ്റും. അതിന് ഈശ്വരൻ ഇങ്ങനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതാണ് കേട്ടോ. അതെപ്പോഴും മനസ്സിൽ വേണം. കോൺഫിഡൻസ് വേണം, ഓവർ കോൺഫിഡൻസ് വേണ്ട. പിന്നെ നമ്മൾ ഓരോ നോട്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിങ് പോയിന്റ്സ് അത് കൃത്യമായിട്ട്, പ്രത്യേകിച്ചും തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും ശ്രുതി കേൾക്കാറില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ ഇന്നും തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ഔട്ട് ഓഫ് എന്ന കോണ്ടെക്സ്റ്റ് ആയിട്ട് വന്നു. അത് എന്ന് പറഞ്ഞ ഇപ്പോ അല്ലേ അല്ലേ, അതിപ്പോ അത് സഗ ആണോ റിഗ ആണോ വേറെന്തെങ്കിലും ഗീതാണോ അത് മനസ്സിലായില്ല. അപ്പൊ അത് അങ്ങനെ 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 നാച്ചുറൽ ആയിട്ട് അങ്ങനെ വരണം. പാടിക്കേ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആകെ മൊത്തം ടോട്ടൽ എടുക്കുമ്പോൾ ഈ ശ്വാസം അവിടെ 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 വേറെ വേറെ സ്ഥലങ്ങളിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഒരു സുഖക്കുറവ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അത് വേണ്ട കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് കുറച്ച് ആലോചനയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് ആൻഡ് ബെസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ എന്നാലും ദ അറ്റംപ്റ്റ് ഇസ് വെരി ഗുഡ്. അതിന് കൈയടി കൊടുക്കാം. കണ്ടിട്ട് ഒരുപാട് സന്തോഷം. ആന്ന് പറയണ്ട, ഞാൻ എപ്പോഴും പറയുമല്ലേ മാക്സിമം ഗ്യാരണ്ടി ആണെന്ന് നമ്മുടെ കണ്ടസ്റ്റൻസിൽ. ഇത് വളരെ ഡിഫിക്കൾട്ട് സോങ് ആണ്. എന്ന് വെച്ചാൽ ഇതിനേക്കാളും സംഗതിയുള്ള പാട്ടുകൾ ഒരുപാട് പാടിയിട്ടുണ്ട്, സ്വരങ്ങൾ പാടിയിട്ടുണ്ട്. ഈ ടെമ്പോ അല്ലേ, ഈ ഒരു മിഡ് പേസ് അല്ലേ, ഇത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അത് ഫാസ്റ്റ് അല്ല, സ്ലോ അല്ല, പക്ഷെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. ആദ്യം ഒരു സെറ്റിലായി, അനുപല്ലവി വരുമ്പോൾ കുറച്ച് റിലാക്സ് ആയി. ചരണമാണ് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ടത്. അതിൽ ഫ്ലോ, നമ്മുടെ ആൻ ബെൻസന്റെ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ഫ്ലോവും എനിക്ക് കിട്ടിയത്. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് ഈ ഹെസിറ്റേഷൻ, എന്തോ ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. അത് ഹെസിറ്റേഷൻ കൊണ്ടാണ് ആ ഒരു ട്രെമലോ പോലെ ആയി അത് വിബ്രാറ്റോ ഒക്കെ. പിന്നെ അതൊരു നെർവസ്നെസ് പോലെ തോന്നി.
പക്ഷെ അത് ബെറ്ററായി അനുപല്ലവിയിൽ. ചരണം അസാധ്യമായിരുന്നു. ഓക്കെ, അഫ്കോഴ്സ് ആ ലാസ്റ്റ് ലൈനിന്റെ ആ ഒരു ബ്രെത്ത് മാനേജ്മെന്റ് അല്ലേ, അത് ഒന്ന് നമുക്ക് പഠിച്ചെടുക്കാം. പക്ഷെ ഇങ്ങനത്തെ പാട്ടുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആസ്വദിച്ച് പാടുമ്പം അതിന്റെ ടെമ്പോ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ വലിക്കും. പക്ഷെ അതല്ലാതെ പാടുമ്പോൾ നമുക്ക് ശ്വാസത്തിന്റെ മാനേജ്മെന്റ് ഈസി ആവും. മനസ്സിലായല്ലേ? എന്നാലും താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സെലക്ഷൻ. താങ്ക് യു. ആൻകുട്ടാ, അതുപോലെ ഈ കണ്ണടച്ച് പാടുന്നത് അത് പേഴ്സണലി എനിക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പാടുന്നത്, കണ്ണടച്ച് പാടുന്നത് जिद ना करो अब तो रुको, ये रात नहीं आएगी. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി ഞാൻ കണ്ണു തുറന്ന് പാടാം. जिद ना करो अब तो रुको, ये रात नहीं आएगी. माना अगर कहना मेरा तुमको वफा आ जाएगी. जिद ना करो अब तो रुको, ये रात नहीं आएगी. जिद तो हम करेंगे, आज जाने की जिद ना करो, आज जाने की जिद ना करो. हाय मर जाएंगे हम तो लुट जाएंगे, ऐसे बात किया ना करो, आज जाने की जिद ना करो. 1983 പൂച്ചയ്ക്കൊരു മൂക്കുത്തി ആ സിനിമയില് 2 വരി, ഞാൻ വേണ്ടിയതല്ല. പനിനീര് മാനം തെളിഞ്ഞല്ലോ, നിന്റെ പവിഴാധരത്തിൽ ചിരി വിരിഞ്ഞല്ലോ. പനിനീര് മാനം തെളിഞ്ഞല്ലോ, നിന്റെ പവിഴാധരത്തിൽ ചിരി വിരിഞ്ഞല്ലോ. നീയുണ്ട് കുറെ. ഇത് ഞാൻ പാടിയ പാട്ട്. അതാണ് ഈ പാട്ടുകളൊക്കെ, ഇപ്പൊ പാടിയ പാട്ടുകളൊക്കെ കണ്ണടച്ച് പാടി എങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മള് ആ എക്സ്പ്രഷൻസ് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കണം. എന്നെ പോലെ ആനിമോസിറ്റിയിൽ പാടണം എന്നല്ല പറഞ്ഞത്, മൃഗീയമായിട്ടൊന്നും പാടണ്ട. പക്ഷെ കണ്ണ് തുറന്ന് നമുക്ക് അവരുമായിട്ട് സംവദിച്ച് നമ്മൾ പാടണം. നമുക്ക് സ്വയം പാട്ടിൽ മറക്കാം, പക്ഷെ കണ്ണടച്ചുകൊണ്ട് മറക്കണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആൻകുട്ടി, എന്താ? അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടെ ഒരു മാർക്ക് ഇട്ടു. സോ 97 out of 100. താങ്ക് യു അങ്കിൾ. താങ്ക് യു. Ankudi is awarded a supreme today. താങ്ക് യു അങ്കിൾ. താങ്ക് യു. ഒരു ഉഗ്രം പൂക്കുറ്റി തരാം. അടി ഒരു തളിരിട്ട പൂക്കുറ്റി. Congratulations, you are awarded a supreme. Thank you. Thank you, Anita. Bye bye. Bye bye. Thank you.